മറ്റന്നാൾ റിലീസ് ചെയ്യാനിരിക്കെ ദുൽഖർ ചിത്രം കാന്ത കോടതിയിലേക്ക്. ചിത്രവുമായി ബന്ധപ്പെട്ട നവംബർ 26 ദുൽഖർ സൽമാൻ കോടതിയിൽ ഹാജരാകണമെന്നും മദ്രാസ് ഹൈക്കോടതി. ഗായകനും നടനുമായ MK ത്യാഗരാജ ഭാഗവതരുടെ കൊച്ചുമകൻ നൽകിയ കേസിലാണ് കോടതി നടപടി. സുവി വിശ്വനാഥൻ ചേർന്നു. സുവി, ഏത് തരത്തിലാണ് ഇതിന്റെ വിശദാംശം? അപർണ, ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ ചിത്രമായ കാന്ത ഇപ്പോൾ കോടതി നിയമ നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ചിത്രം നവംബർ 14-നാണ് റിലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുൻപായി ത്യാഗരാജ ഭാഗവതരുടെ കൊച്ചുമകൻ നൽകിയ കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ദുൽഖർ സൽമാൻ വ്യക്തിപരമായി തന്നെ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാകണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ നവംബർ 26-ന് ദുൽഖർ നേരിട്ട് ഹാജരാകണമെന്നും മദ്രാസ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ ചിത്രം കാന്ത എന്ന് പറയുന്ന ചിത്രം ത്യാഗരാജ ഭാഗവതരുടെ ബയോപിക് ആണ് എന്നാണ് ഈ കുടുംബം ആക്ഷേപിക്കുന്നത്. ത്യാഗരാജ ഭാഗവതരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഈ ബയോപിക് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് കുടുംബം ആരോപിക്കുന്നു. കുടുംബത്തിന്റെ അനുമതിയില്ലാതെയാണ് ഇത്തരത്തിൽ ഒരു ബയോപിക് സിനിമയായി എടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒപ്പം ഇതിൽ അവാസ്തവമായ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ത്യാഗരാജ ഭാഗവതരുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളും ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് കുടുംബം പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ത്യാഗരാജ ഭാഗവതരുടെ കൊച്ചുമകനായ MK ത്യാഗരാജൻ കോടതിയെ സമീപിച്ചത്. ആ കേസിലാണ് ഇപ്പോൾ ദുൽഖർ സൽമാനെതിരെ നിയമ നടപടി ഉണ്ടാകുന്നത്. കാന്ത ചിത്രം നിയമ നടപടികളിലേക്ക് കടക്കുന്നത്. മദ്രാസ് ഹൈക്കോടതിയിലാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതിയാണ് ദുൽഖർ സൽമാനോട് ഇപ്പോൾ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ റിലീസ് നിർത്തണം എന്നും ആവശ്യമുണ്ടായിരുന്നു. ആ ആവശ്യം കോടതി ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ചിത്രത്തിന്റെ ഒരു സഹനിർമ്മാതാവ് കൂടിയാണ് ദുൽഖർ സൽമാൻ. റാണ ദഗുബട്ടിയും ദുൽഖർ സൽമാനും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഈ ചിത്രത്തിൽ ഒരു വിശദീകരണം നൽകണം എന്നാണ് ദുൽഖർ സൽമാനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നവംബർ 26-ാം തീയതി കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ ഉത്തരവിട്ടിരിക്കുന്നത്.